പത്തനംതിട്ട വലിയന്തിയിൽ വൃദ്ധ ദമ്പതികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മൂക്കൂഴൂർ സ്വദേശികളായ രാജമ്മ, അപ്പു നാരായണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടക വീട്ടിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെയാണ് കണ്ടത്. രാവിലെ ഞാൻ കാപ്പിയുടെ എണ്ണിച്ചപ്പം ഫോണകത്തായിരുന്നു. അത് സിം ഇടാൻ വേണ്ടി ഫോൺ എടുക്കാൻ വേണ്ടി ഇവിടെ കിടന്ന ഞങ്ങളുടെ മോനെ അച്ഛമ്മ വിളിച്ചിട്ട് തുറക്കുന്നില്ലായിരുന്നു കഥവ്. പിന്നെ ഇവർ അച്ഛനും വിളിച്ചു, അജയനും വിളിച്ച് കഥവ് തുറക്കുന്നില്ല. ഞാനും ഉറക്കം വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞ കഥവ് വലിച്ചു പറിക്കാമെന്ന് പറഞ്ഞു. എന്തോന്ന് ഉറങ്ങിപ്പോയതാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പാട്ട് വെച്ച ഇവർ കിടക്കുന്നേ. അപ്പം മോൻ ഈ പുറവശത്തൂടെ പോയപ്പോൾ രണ്ടുപേരും നിൽക്കുക, ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇച്ചിരി മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്. പിന്നെ അമ്മയെ കൂടെ ഇങ്ങനെ പറഞ്ഞ് അവർക്ക് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതേകൊണ്ട് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉള്ളി പേടി നിൽക്കുക. സുജു, അവരുടെ മരുമകളുടെ ആയിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ കണ്ട പ്രതികരണം എന്ന് പറയുന്നത്. വീട്ടിലുള്ള കുടുംബാംഗത്തിന്റെ തന്നെ പ്രതികരണമാണ് കണ്ടത്. എന്താണ് കാരണമായി, മറ്റു കാരണങ്ങൾ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച ഘടകങ്ങളായി ഇവർ പറയുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കേട്ടത് ഇവരുടെ മരുമകളുടെ വാക്കുകളാണ്. 57 വയസ്സുള്ള രാജമ്മയും അതുപോലെ 60കാരനായ അപ്പു നാരായണനുമാണ് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പം മരുമകൾ പറഞ്ഞത് തന്നെയാണ് പ്രദേശവാസികളെല്ലാം പറയുന്നത്. മുമ്പ് ഇവർ പത്തനംതിട്ട ഈ പറഞ്ഞ കീഴ്ക്കൊഴൂർ താമസിക്കുകയായിരുന്നു. അന്ന് സൊസൈറ്റി എടുത്ത ലോൺ അതിൻ്റെ തിരിച്ചു വീട്ടാൻ അവരെടുത്ത ലോൺ തിരിച്ച് അടവിന് വേണ്ടി വീടും വസ്തുവൊക്കെ വിറ്റ ശേഷം അവർ പിന്നീട് കോഴിക്കോട്ടേക്ക് സ്ഥിരതാമസം നടത്തുകയും ചെയ്തിരുന്നു. അവിടെ ആയിരുന്നു താമസിച്ചിരുന്നു. 2 മക്കളാണുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ മരിച്ച അപ്പു നാരായണനും ഭാര്യയും ഇവിടെ ഈ വാടക വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മരുമകളെയും മകനെയും കൂടെ ഈ തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇവരുടെ മാനസികമായ പ്രശ്നം ഈ അച്ഛനുണ്ടായിരുന്നു. അമ്മയും ഇക്കാര്യത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു എന്നാണ് മരുമകൾ പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്കായി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ശരി, സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ട വലിയന്തിയിൽ വൃദ്ധ ദമ്പതികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മാനസിക പ്രശ്നമുള്ള ആളുകളാണ് ഇവർ എന്നാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. അത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റും. വിശദാംശങ്ങളാണ് സുജു ടി ബാബു തത്സമയം പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്.